വയനാട് അമ്പലവയലിൽ പീഡനത്തിനിരയായ യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. യുവതി ജോലിക്ക് നിന്ന വീട്ടിലെ ഗൃഹനാഥനെയും മകനെയും പ്രതികളാക്കിയാണ് കേസെടുത്തത്. കമൽ വിവരങ്ങളുമായി വയനാട് നിന്നും ചേരുന്നുണ്ട്. കമൽ, എന്താണ് ഉണ്ടായത്? മോത്തി, ഇന്നലെ വൈകിട്ടാണ് ഈ യുവതിയുടെ അമ്മയുടെ അതിവൈകാരികമായ ഒരു പ്രതികരണം പുറത്തു വന്നത്. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു യുവതി. അതായത് ഈ യുവതി ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ പീഡനത്തിനിരയായി. അവിടുത്തെ ഗൃഹനാഥനും മകനും പീഡിപ്പിച്ചതായാണ് പരാതി. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ യുവതിയെ ആദ്യം രാത്രി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പിന്നീട് അമ്പലവയൽ സ്റ്റേഷനിലെത്തിയപ്പോൾ മൊഴിയെടുക്കാൻ ഒരുപാട് താമസിച്ചു, ഒരുപാട് സമയം കാത്തിരുത്തിയെന്ന് മാത്രമല്ല, പുരുഷ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായ രീതിയിലുള്ള സംസാരവും പ്രതികരണവും ഉണ്ടായി. ഒരു അതിജീവിതയോട് പെരുമാറാൻ പാടില്ലാത്ത വിധത്തിൽ, ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെയാണ് അമ്മ പരാതിയായി ഉന്നയിച്ചത്. അത് ഇന്നലെ വൈകിട്ടാണ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് ഈ പീഡന പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. രാത്രി തന്നെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെത്തി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി. ഈ ഗൃഹനാഥനെയും മകനെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. ശരി കമൽ, നമുക്ക് അമ്മയുടെ പ്രതികരണം കൂടി കേൾക്കാം. വെറുതെ ഭക്ഷണം പോലും എൻ്റെ കുട്ടി കഴിച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് രാത്രി മുതലും എൻ്റെ കുട്ടി പട്ടിണി പോലെ ഇരിക്കണം. ആ കുട്ടീനെ അവര് അത്ര നേരം ആ സ്റ്റേഷനിൽ അവിടെ ഇരുത്തി. ലാസ്റ്റ് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, നീ പോയി ചോദിച്ചു നോക്കുക അവരെന്താ ചെയ്യുന്നതെന്ന്. അപ്പോഴും പറഞ്ഞു സാറ് വന്നിട്ടില്ല എന്ന്. അപ്പോഴും ഇവിടെ അവരോട് പറഞ്ഞു, സാറ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാറേ ശരിയാവുക? ഇങ്ങനെ ഒരു കുട്ടീനെ ഇവിടെ ഇത്ര നേരം ഇരുത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മാം പറഞ്ഞു പോലും, അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പരാതി തരാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വന്നപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് മോളെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ എന്നെ വിളിച്ചു. അപ്പോൾ കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല, കുട്ടി ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതാണോ? ഞാൻ നമുക്ക് ഒരു പ്രശ്നമില്ല സാറേ, അവള് ഇപ്പോഴാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നെ എന്നെ കൊന്നു കുഴിച്ചു മൂടും, അത്രയും പറമ്പിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എന്നെ കൊല്ലും, അവരെന്നെ കൊല്ലും, എവിടെ പോയാലും എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ ആ സാറിനോട് പറയുമ്പം ആ ഒരു സാർ ഒരു കുട്ടീനോട് ചോദിക്കേണ്ട, ഒരു അമ്മേന്റെ മുന്നിലിരുത്തി ചോദിക്കേണ്ട ചോദ്യം അല്ല കുട്ടീനോട് ചോദിച്ചിരിക്കുന്നത്. അത്രയും മോശമായ രീതിയിലാണ് സാർ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ കുട്ടീനോട് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും പെങ്ങന്മാരുണ്ടെങ്കിൽ ആ പെങ്ങന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇങ്ങനെയാണോ ചോദിക്കുക? തെളിവായിട്ട് എൻ്റെ മോള് മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ വരെ ഒരു തെളിവ് എന്താ? ഒരു കുട്ടി ഈ കാര്യമൊക്കെ മോശമായി പറയണോ? അതോ അവളെ അവസ്ഥ കണ്ടിട്ട്? അത് കഴിഞ്ഞപ്പോൾ ഈ സാറ് ചോദ്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. അപ്പോഴേ ഞാൻ സാറിന് മുഖത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു, ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. ഈ മോളോട് ചോദിക്കുന്നത് ഇത്രയും അതിൻ്റെ ഇടയ്ക്ക് വനിതാ പോലീസ് വന്നിട്ട് ഈ സാറിനോട് ചോദിച്ചു, എന്താ സ്റ്റേറ്റ്മെന്റ് എഴുതാനെന്നോ? അപ്പൊ ഈ സാറ് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഇത് നടന്നത് എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന്. ഇത് കേൾക്കണ്ടേ? അതിന്റെ ഡീറ്റെയിൽസ്, ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്തെല്ലാം ഇവിടെ സംഭവിച്ചു, ഇയാൾക്ക് ഈ എന്താ പറയാ, അതയാൾക്ക് അയാളെ വീട്ടിൽ പോയിട്ട് അയാളെ ഭാര്യനോടോ അല്ലെങ്കിൽ അമ്മേനോടോ മക്കളോടോ ചോദിച്ചൂടെ? കമൽ തുടർന്നുണ്ട് വിവരങ്ങളുമായി. കമൽ, നമുക്ക് കേട്ടു നിൽക്കാൻ കഴിയുന്നതല്ല ഒരു അമ്മയുടെ രോദനം എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് അനുയോജ്യമായൊരു തീരുമാനം എടുക്കാവുന്ന ഏമാന്മാർ മറ്റു പല സന്ദർഭങ്ങളിലും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് കിട്ടേണ്ട ഒരു പരിഗണന പോലും കിട്ടിയില്ല എന്ന് അമ്മയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ആക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ അമ്മ ഉന്നയിച്ചത്. അതിവൈകാരികമായാണ് അവർ പ്രതികരിച്ചതും. കാരണം ഈ അതിജീവിതയായ ഇത്തരത്തിൽ പീഡനത്തിനെതിരെയായ ഒരു യുവതിയോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചില്ല. വളരെ മോശമായ പ്രതികരണമുണ്ടായി. അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ മൊഴിയെടുക്കാൻ വന്നപ്പോഴും ഈ പുരുഷ ഉദ്യോഗസ്ഥൻ അവരെ തടഞ്ഞു. ഞാനിത് മുഴുവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ മോശമായ ഒരു പ്രതികരണമാണ് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ പോലീസ് ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. രാത്രി സ്റ്റേഷനിലെത്തിയ യുവതി പരാതിയില്ല എന്ന് പറഞ്ഞു, എഴുതി കൊടുത്തു, പരാതിയില്ല എന്ന് എഴുതി നൽകി എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല രാത്രി ആയതുകൊണ്ട് സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. പിറ്റേന്ന് വന്നപ്പോൾ സ്വാഭാവികമായ ഒരു സമയം മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴാണ് മൊഴിയെടുക്കുന്നതിനിടെ യുവതി കുഴഞ്ഞു വീണത്. ഇതൊക്കെയാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ അമ്മയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് ആ സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായത് എന്നാണ്. ഇപ്പോഴെന്തായാലും പീഡന പരാതിയിൽ, ഈ യുവതിയുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മോദി.